ഹായ് കൂട്ടുകാരെ, PC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും പഠനമൊക്കെ എവിടം വരെയായി? LDC എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഡിഗ്രി ലെവൽ എക്സാം 11 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ജനുവരി 2024 കറണ്ട് അഫേഴ്സാണ്. ആനുകാലികമാണ്. ജനുവരി 2024 ബന്ധപ്പെട്ട ആനുകാലികമാണ് നമ്മൾ നോക്കാൻ പോകുന്ന. അതിലെ പാർട്ട് 1 ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. പ്രതിമയുടെ ഉയരം 206 അടി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. ഈ വസ്തുതയും കൂടി ഓർത്തിരിക്കണം. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡ്. BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ. സ്കൂൾ പുസ്തകങ്ങൾ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും മനസ്സിലാക്കാനായുള്ള പദ്ധതിയാണ് സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കുന്നതിനുള്ള അവസരം നൽകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയാണ് സംവാദ. നമുക്ക് ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ. 206 അടിയാണ് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് മേരിലാൻഡിലാണ്, അമേരിക്കയിലെ. സ്കൂൾ പാഠപുസ്തകങ്ങൾ ഭരണഘടനയെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയാണ് സംവാദ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ഈ സ്വിറ്റ്സർലൻഡിലെ ദാവോസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. 2024 പുരസ്കാരമാണ് ഈ 2022 പുരസ്കാരമാണ് 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ചത്. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. 2022 പുരസ്കാരമാണ് 2024 നൽകിയത്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. ഓർത്തിരിക്കുക, അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. അരുൺ രാജനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആരാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്? അരുൺ രാജൻ. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. 2024 ജനുവരി 16 ആലപ്പുഴയിലെ പലനയാറ്റിൽ വെച്ചായിരുന്നു കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത്. 2024 ജനുവരി 16 നമ്മൾ എന്ത് ചെയ്യുന്നത്? കുമാരനാശാൻ്റെ 100ാമത് ചരമ വാർഷികം ആചരിക്കുന്നത്. അപ്പോൾ കുമാരനാശാൻ എന്നാണ് മരണമടഞ്ഞത്? 1924 ജനുവരി 16
പലനയാറ്റിൽ വെച്ചായിരുന്നു കുമാരനാശൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. 77ാമത്, അതായത് 2023-2024 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അരുണാചൽ പ്രദേശ്. ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ച സങ്കര ഇന ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് PN ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. 2023 AFC ഏഷ്യൻ ഫുട്ബോൾ കപ്പിന് വേദിയാകുന്ന രാജ്യം. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം ഖത്തറാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് PR കുമാര കേരളവർമ്മ. സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ PR കുമാര കേരളവർമ്മ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂരാണ്. നമുക്കറിയാം അതിൻ്റെ വേദി കൊല്ലമായിരുന്നു. 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം പാലക്കാട്. 62ാമത് സ്കൂൾ കലോത്സവത്തിൽ കിരീടം കരസ്ഥമാക്കിയത് കണ്ണൂർ, കൊല്ലമായിരുന്നു വേദി. 2ാം സ്ഥാനം കോഴിക്കോടിനും 3ാം സ്ഥാനം പാലക്കാടിനും. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത്, അതായത് നാമിന് വേദിയാകുന്നത് എവിടെയാണ്? ഉഗാണ്ടയാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് ചേരിചേര സമ്മേളനം നടക്കുന്നത്. ഉഗാണ്ടയുടെ തലസ്ഥാനം ഏതാണ്? കമ്പാല. ഈ കമ്പാലയാണ് 19ാമത് ചേരിചേര നാം ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവ റിസർവാണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവ റിസർവ്. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. കറണ്ട് അഫേഴ്സാണ്, അപ്പോൾ വീണ്ടും കേട്ട് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്കാണ്, ഹാൻലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് കടുവ റിസർവ്, മഹാരാഷ്ട്രയിലെ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ചോദിച്ചാൽ ലഡാക്കാണ്, ലഡാക്കിലെ ഹാൻലെ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനൻ താരം ആരാണ്? ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ഐറ്റാന ബോൺമതി, സ്പെയിനിൻ്റെ ഐറ്റാന ബോൺമതിയാണ് 2023 ഫിഫയുടെ മികച്ച വനിതാ താരം. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര. ഇന്ദ്രൻസ് എന്ന ആത്മകഥയുടെ എഴുതിയതാരാണ്? ഇന്ദ്രൻസ് തന്നെയാണ് ഇന്ദ്രൻസ് എന്ന ആത്മകഥ എഴുതിയത്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ. 2ാം സ്ഥാനത്ത് ബഹ്റൈൻ ദിനാറും 3ാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം DC കണക്ട്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024ൻ്റെ വേദി കൊച്ചി ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് വേദിയാകുന്നത്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയാണ്. ഉജ്ജയിനിലെ പ്രസാദം എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവാണ് പ്രസാദം, ഉജ്ജയിനി, മധ്യപ്രദേശ്.
ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024ൻ്റെ വേദി ഇടുക്കിയിലെ വാഗമണാണ്. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024ൻ്റെ വേദി വാഗമണാണ്, ഇടുക്കി. ബ്രിക്സ് ഉച്ചകോടി 2024ൻ്റെ വേദി റഷ്യയാണ് ബ്രിക്സ് ഉച്ചകോടി 2024ൻ്റെ വേദി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏത് രാജ്യത്തെ മാതൃകയാക്കിയാണുള്ളത്? ചൈന. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരത്താണ്. ആ ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏത് രാജ്യത്തെ മാതൃകയാക്കിയുള്ളതാണ്? ചൈന. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് കുമാരനാശാൻ്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകൾ വീണ്ടും പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രം. കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കിയ KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആചരിച്ചത്. കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹൺലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80ആണ്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹൺലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. 2ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഫിൻലാൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ. നെതർലൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററാണ് ആർ പ്രജ്ഞാനന്ദ. നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽസ് മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററാണ് ആർ പ്രജ്ഞാനന്ദ. ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥ് ആനന്ദിനെ മറികടന്ന് ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ പ്രജ്ഞാനന്ദ 1ാമത് എത്തി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി തമിഴ്നാടാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം മുംബൈ ട്രാൻസ്ഫർ ഹാർബർ ലിങ്ക് അടൽ സേതുവാണ്. മുംബൈ ട്രാൻസ്ഫർ ഹാർബർ ലിങ്കിലുള്ള അടൽ സേതുവാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ബംഗ്ലാദേശ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്തിലെ സൂറത്തും മധ്യപ്രദേശിലെ ഇൻഡോറും. 7ാം തവണയാണ് തുടർച്ചയായി ഇൻഡോർ എന്ത് ചെയ്യുന്നത്? സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ, അതായത് വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്രാവശ്യം ഗുജറാത്തിലെ സൂറത്തും കൂടി എത്തി. സംസ്ഥാനങ്ങൾ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. സംസ്ഥാനങ്ങൾ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും കേരളത്തിൻ്റെ സ്ഥാനം 22ആണ്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1853 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം 2023 ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷമായിരുന്നു ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1853 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. അനീഷ് ബാബു അംബാസും ബിനോയ് ജോർജും ചേർന്നാണ് പൂവ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണി ദാസൻ. 2024 ഹരിവര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് തമിഴ് പിന്നണി ഗായകനായ PK വീരമണി ദാസൻ. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്നത് USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഏലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലെ ഏലിക്കുളം ഗ്രാമപഞ്ചായത്താണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ആ റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ്. 2024 അണ്ടർ 19 ക്രിക്കറ്റിന് ലോകകപ്പ് വേദിയാകുന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ് 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയത് ജനുവരി 2024 ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സാണ്.